സേതു, വളരെ ഗുരുതരമായ സാഹചര്യമാണ്. തിരുവനന്തപുരം ഈ അട്ടക്കുളങ്ങര സ്കൂളിലെ പൈതൃക കെട്ടിടമാണ് തകർന്നത്. 4-5 വർഷം മുമ്പേ ഇവിടെ അറ്റകുറ്റി പണി നടത്തിയതാണ്. എന്നാൽ ഈ മേൽക്കൂരയുടെ നടുഭാഗം വെച്ചിട്ടാണ് തകർന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇത് സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രോജക്റ്റ് ഓഫീസായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ മറ്റൊരു കെട്ടിടത്തിലാണ് കുട്ടികളടക്കം ഉള്ളത്. പക്ഷേ ഇതിപ്പോൾ ഉദ്യോഗസ്ഥരാണ് കൈവശം വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, നിലവിൽ ഈ പറയുന്ന ഓഫീസിന്റെ കമ്പ്യൂട്ടറിന് മുകളിലടക്കമാണ് ഈ കെട്ടിടം മൊത്തത്തിൽ പാതി വീഴുന്ന നിലയിൽ കാണാൻ കഴിയുന്നത്. ഫിഷ് ടാങ്ക് ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്. മൊത്തത്തിലൊരു വലിയൊരു അപകടം തന്നെയാണ് തലനാരിഴയ്ക്ക് ഒഴിവായതെന്ന് പറയാം കഴിയും. നമുക്കിപ്പോൾ ഉദ്യോഗസ്ഥരിവിടെ എത്തിയിട്ടുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിവിടെ എത്തിയിട്ടുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥരിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ പരിശോധിച്ച് നിൽക്കുകയാണ്. വലിയൊരു ദുരന്തം തന്നെയാണ് വഴിമാറിയത്. ഇപ്പോൾ നമുക്കൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷന്റെ നഗരകാര്യ ആസൂത്രണ ചെയർമാൻ രാധാകൃഷ്ണൻ ചേരുകയാണ്. അജണ്ടയിൽപ്പെട്ടതല്ല ഇത് പരിശോധിക്കേണ്ടത്. നഗരസഭയുടെ ഈ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫിറ്റ്നസ് കൊടുക്കേണ്ട മാർഗരേഖയിൽ പരിശോധിക്കേണ്ട ഒരു മന്ദിരമല്ല. ഇത് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ജില്ലാ പ്രൊജക്ട് ഓഫീസാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിരവധി വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് പല സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ, ക്ലാസ് മുറികളാണ്, സ്കൂളിന്റെ ഓഫീസുകളുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അത് കൃത്യമായ മാർഗരേഖ പുറപ്പെടുവിച്ച് നഗരസഭയുടെ ഉദ്യോഗസ്ഥരെയും മറ്റുദ്യോഗസ്ഥരെയും ഒക്കെ കൊണ്ട് പരിശോധിപ്പിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുമൊക്കെ ചേർന്ന് ഇതിനുവേണ്ടി ഹെഡ്മാസ്റ്റർമാരടക്കമുള്ളവരുടെ യോഗം വിളിച്ചു ചേർത്ത് പ്രഥമാധ്യാപകരുടെ യോഗത്തിലൊക്കെ തീരുമാനിച്ച് ഫിറ്റ്നസ് നൽകിയിട്ടുണ്ട്. നഗരത്തിലെ വിദ്യാലയങ്ങൾക്ക്, ഉറപ്പുള്ള വിദ്യാലയങ്ങൾക്കെല്ലാം ഫിറ്റ്നസ് നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി എല്ലാ സ്കൂളുകൾക്കും 5 ലക്ഷം രൂപ വീതം നഗരസഭ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ ബലം കൂട്ടാൻ, മെയിന്റനൻസ് ചെയ്യാൻ. ഈ മന്ദിരം, ഈ സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ജില്ലാ പ്രൊജക്ട് ഓഫീസായി പ്രവർത്തിക്കുന്ന ഈ മന്ദിരം ഞാൻ മനസ്സിലാക്കുന്നത് 5-6 കൊല്ലം മുമ്പ് ദശലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പൈതൃക മന്ദിരമായി നിലനിർത്താൻ നിർമ്മിച്ചതാണ് എന്നാണ്. അത് കഴിഞ്ഞ് ഇത് ദുർബലമാണ് എന്ന് പലരും പറഞ്ഞിട്ടും പൈതൃക മന്ദിരം പൊളിക്കാതിരുന്നത് കഴിഞ്ഞ 4-5 കൊല്ലമായി ഗവൺമെന്റ് കൈകാര്യം ചെയ്തതിന്റെ കെടുകാര്യസ്ഥതയാണ്. ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? വീഴ്ച ഉറപ്പാണല്ലോ. ഇങ്ങനൊരു മന്ദിരത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാകേണ്ട സാഹചര്യമായിരുന്നു. ഓഫീസ് പ്രവർത്തിക്കുന്നതാ. ഈ ഓഫീസിനകത്ത് ആളുകൾ ഉള്ള ഉദ്യോഗസ്ഥർ ഇരിക്കുന്നതാണ്. വലിയ അപകടം ഒഴിവായതിന്റെ ആശ്വാസമാണുള്ളത്. ഫിറ്റ്നസ് പരിശോധിക്കേണ്ടത് നമ്മൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ ചേട്ടൻ കുറെ വർഷങ്ങളായിട്ടുണ്ട്. സാധാരണഗതിയിൽ നഗരസഭാ പരിധിയിലുള്ള ഓരോ കെട്ടിടത്തിന്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കില്ലേ? അല്ല, അത് ശരിയാണ്. നഗരസഭയുടെ നഗരത്തിനകത്ത് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ അധ്യയന വർഷം ആരംഭവുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ വിദ്യാലയങ്ങൾക്ക് ഫിറ്റ്നസ് കൊടുക്കുന്ന കാര്യത്തിൽ ഇതിനെ പെടുത്തരുത് എന്നാണ്. ഇതിന്റെ ഒരു ഫിറ്റ്നസ് നമുക്ക് പ്രശ്നമല്ലേ? അല്ലല്ല, ഞങ്ങൾ പരിശോധിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇത് ജില്ലാ സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ജില്ലാ പ്രൊജക്ട് ഓഫീസാണ്. ഇതിൽ പരിശോധന നടത്തേണ്ട കാര്യം ഇപ്പോഴില്ല. അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ പരിശോധിക്കേണ്ടിരുന്നത്, നഗരസഭ പരിശോധിക്കേണ്ടിരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലാസ് മുറികൾ, ഓഫീസുകൾ, അധ്യാപകരുടെ മുറികൾ, ഇതൊക്കെയാണ്. അത് പരിശോധന നടത്തിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണി നടത്താനും ബലം ഉറപ്പിക്കാനും എല്ലാമായി 5 ലക്ഷം രൂപ എല്ലാ സ്കൂളുകൾക്കും നേരത്തെ 1 മാസം മുമ്പ് തന്നെ അനുവദിച്ചു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിന്റെ ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയൻ എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങൾ വൈകുന്നേരം കളക്ടറും മേയറും പങ്കെടുത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ വന്നിട്ടുള്ള പാളീച്ചകളൊക്കെ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഇത് സംബന്ധിച്ച് വിവരം വരുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ SSKയുടെ ഓഫീസാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നഗരപരിധിയിൽ കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഒരു കെട്ടിടമാണ്. കെട്ടിടങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ആത്യന്തികമായി നഗരസഭയ്ക്കുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഈ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫിറ്റ്നസ് നൽകുന്നതിനുള്ള പ്രോസസ്സ് നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഹെഡ്മാസ്റ്റർമാരെയും ഉദ്യോഗസ്ഥരെയും എല്ലാം വിളിച്ചുകൂട്ടി സമഗ്രമായി പരിശോധിച്ച് ഉറപ്പുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമേ ഫിറ്റ്നസ് നൽകിയിട്ടുള്ളൂ. ഈ കെട്ടിടങ്ങളുടെ ഒരു ഉറപ്പ് സംബന്ധിച്ച് നേരത്തെ പരാതികൾ കോർപ്പറേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഞങ്ങളിപ്പോൾ ഈ നഗരസഭ 3-4 മാസമല്ലേ ആയിട്ടുള്ളൂ. ഈ കെട്ടിടം സംബന്ധിച്ച് ഇത് പൈതൃക മന്ദിരമാണെന്ന് പറഞ്ഞ് ദശലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് 5-6 കൊല്ലം മുമ്പ് ഇത് പണിതതാണെന്നും ഇവിടുന്ന് കേട്ട വിവരമാണ് ഞാൻ പറയുന്നത്, ആധികാരികമായിട്ടല്ല. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 1 കൊല്ലം മുമ്പ് തന്നെ ഇതിന്റെ ബലക്കുറവിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിയെന്നും മീറ്റിംഗുകളിൽ സംസാരിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ പൈതൃക മന്ദിരത്തിൽ തുടരുത് എന്ന് ഏതൊക്കെ അധികാര കേന്ദ്രങ്ങൾ പറഞ്ഞനുസരിച്ച് തൊട്ടില്ല എന്നാണ് ഇവിടെയുള്ള ജീവനക്കാരും. കോർപ്പറേഷനാണ് ഇതിന് പൂർണ്ണ ചുമതല ഉണ്ടായിരുന്നത്, വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല. അല്ല, മുൻമന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതിനൊന്നും ആധികാരികമായി ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ വസ്തുതയാണ്. സമഗ്രമായി ഞങ്ങൾ നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ശിവൻകുട്ടി പറഞ്ഞ അദ്ദേഹത്തിനോട് ചോദിക്കണം. നവീകരണം കോർപ്പറേഷനാണോ നടത്തിയത്?
ഏതിന്റെ നവീകരണം? അല്ല. സ്റ്റേറ്റ് പ്ലാനിൽ നിന്ന് സംസ്ഥാന സർക്കാർ, ഈ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഉൾപ്പെടുന്ന സംസ്ഥാന സർക്കാർ 4-5 കൊല്ലം, ശിവൻകുട്ടി ചെയ്തു നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, 4-5 കൊല്ലം മുമ്പ് ദശലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഈ മന്ദിരം പൈതൃക മന്ദിരമാക്കി നിർമ്മിച്ചത്. അത് കഴിഞ്ഞ് ഇതിന് വിലക്കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടും പൈതൃക മന്ദിരമാണ്, തുടരുത് എന്ന് പറഞ്ഞ് നിലനിർത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറൊരു വിഷയമാണ് ഈ മരച്ചിലകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യകാലത്തൊക്കെ നാട്ടുകാരടക്കം പരാതിയൊക്കെ നൽകിയതാണ്. പക്ഷേ എപ്പോഴും നഗരസഭ നടപടി കൈക്കൊണ്ടിട്ടുണ്ട്. വലിയ അപകടമല്ലേ? അല്ല, മരച്ചില്ല സംബന്ധിച്ചൊന്നും നഗരസഭയ്ക്ക് പരാതിയൊന്നുമില്ല. ഇത് മരച്ചില്ല വീണ് പോയതല്ല. അല്ല, മരച്ചില്ല മുറിക്കാനൊന്നും അല്ലെങ്കിൽ അങ്ങനെ പരാതി നഗരസഭയുടെ ശ്രദ്ധയിലൊന്നും ഇപ്പോഴും ഇല്ല. സാറ് പറയുന്നത് മുൻകൂട്ടി അറിയിച്ചിട്ടും പൈതൃക കെട്ടിടമാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീട് അത് നന്നാക്കാതിരുന്നു എന്നാണ്. അല്ല, ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇത് 4-5 കൊല്ലം മുമ്പ് ദശലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മന്ദിരമാണ്, പൈതൃക മന്ദിരമാക്കി നിലനിർത്താൻ നിർമ്മിച്ചതാണ്. അതിന് ബലക്ഷയമുണ്ട് എന്ന് പല മീറ്റിംഗിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം, ഇവിടെ കൂടിയ ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത്. ആധികാരികമായിട്ട് എനിക്കറിയില്ല. ഇവിടെ കൂടിയ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതിന് 1 കൊല്ലം മുമ്പ് തന്നെ ഈ കെട്ടിടത്തിന്റെ ബലക്കുറവ് സംബന്ധിച്ച് പറഞ്ഞിട്ട് പൈതൃക മന്ദിരമാണ്, തുടരുത് എന്ന് ഏതൊക്കെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പറഞ്ഞുവെന്നാണ്. ഈ സാധാരണ ജീവനക്കാർക്ക് അടക്കം ഈ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ വിദ്യാലയം തുറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഫിറ്റ്നസ് പരിശോധന നടത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പരിശോധന ഇവിടെ നടന്നിട്ടുള്ളതായി നഗരസഭയ്ക്ക് എന്തെങ്കിലും? അല്ല, നഗരസഭ പരിശോധന നടത്തുന്നത് പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. ഇത് സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ജില്ലാ പ്രൊജക്ട് ഓഫീസാണ്. വിദ്യാലയങ്ങളിൽ സ്കൂൾ ക്ലാസ് മുറികളും അധ്യാപകരിരിക്കുന്ന മുറികളും ഒക്കെ ബലപരിശോധന നടത്താൻ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആധികാരികമായി നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1 മാസം മുമ്പ് തന്നെ 5 ലക്ഷം രൂപ വീതം ഓരോ സ്കൂളിനും ഇതിന്റെ ബലക്കുറവുകൾ പരിഹരിക്കാൻ, പ്രശ്നങ്ങൾ തീർക്കാൻ മെയിന്റനൻസിന് കൊടുത്തു. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, നഗരസഭയുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയൻ എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഉദ്യോഗസ്ഥരെയും ഹെഡ്മാസ്റ്റർമാരെയും ഒക്കെ പലതവണ വിളിച്ചു ചേർത്ത് പ്രഥമാധ്യാപകർക്ക് നിർദ്ദേശം കൊടുത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഉറപ്പുള്ള കെട്ടിടങ്ങൾക്ക് മാത്രം ഫിറ്റ്നസ് കൊടുക്കുകയും അല്ലാത്തവയ്ക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിലൊക്കെ പല സ്ഥാപനങ്ങൾ, സർക്കാരിന്റെ പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. അത് ഓഫീസുകളാണ്. അത് ഈ കൂട്ടത്തിൽ ഫിറ്റ്നസ് പരിശോധന നടത്തേണ്ടതല്ല. അങ്ങനെ ആയിരുന്നില്ല. പരിശോധിക്കട്ടെ, മേയർ ഉൾപ്പെടെ സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രധാനപ്പെട്ട യോഗത്തിന് അദ്ദേഹം ഇരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാം. ഞങ്ങളിത് അറിഞ്ഞ ഉടനെ നേരെ ഇങ്ങോട്ട് വന്നതാണ്. ചെയ്തു അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ എന്താണ് ഇതിപ്പം ആരുടെ ഭാഗത്തെ വീഴ്ചയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്? നേരത്തെ LDF-ന്റെ കയ്യിലായിരുന്നു, ഇപ്പോൾ അത് UDF സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്, കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP-യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം നഗരവാസികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്നാൽ അത് വെള്ളക്കെട്ടായിക്കട്ടെ, ഇപ്പോൾ സ്കൂൾ കെട്ടിടം തകർന്നതായിക്കോട്ടെ, എന്ത് വന്നു കഴിഞ്ഞാലും പരസ്പരം പഴിചാരിക്കൊണ്ട് ഭരണാധികാരികൾ രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണനോട് ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ഇതിപ്പോൾ കോർപ്പറേഷന്റെ ഒരു ഉത്തരവാദിത്തമല്ല. കാരണം കോർപ്പറേഷന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യത്തിലായിരുന്നു. എന്നാൽ ഇതേ സ്കൂൾ വളപ്പിൽ ഉദ്യോഗസ്ഥരടക്കം ജോലി ചെയ്യുന്ന ഒരു കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീണത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അത് മുൻ സർക്കാരിന്റെ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളായിരുന്നു, അവരാണ് നവീകരണം നടത്തിയത്. അതിൽ എത്ര രൂപ ഫണ്ട് ചെലവഴിച്ചതെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പഴിചാറലുകൾ നടത്തുകയാണ് ആളുകളൊക്കെയും. ഇപ്പോ നമുക്കറിയാവുന്ന പോലെ ഇന്ന് സ്കൂൾ തുറന്ന ദിവസമാണ്. കുട്ടികളും അധ്യാപകരും ഒക്കെ ആ സ്കൂൾ അങ്കണം വിട്ടു പോയിട്ടേ ഉണ്ടാവുകയുള്ളൂ. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു അപകടം 5:30 മണിയോടുകൂടി അവിടെ ഉണ്ടാകുന്നത്. ഈ ബലക്ഷയവും അതേപോലെ തന്നെ ഫിറ്റ്നസും ഒക്കെയും പരിശോധിച്ചതിന് ശേഷമേ സ്കൂളുകൾക്ക് അനുമതി കൊടുക്കാവൂ എന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിപ്പം ആരുടെ ഭാഗത്തെ വീഴ്ചയാണ് എന്ന ചോദ്യത്തിനാണ് പരസ്പരമുള്ള പഴിചാരലുകൾ നടക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി പ്രതീക്ഷിക്കാം.